ഹലോ ഗൈസ്, ഇന്ന് നമ്മളുള്ളത് സ്കോഡയുടെ ഷോറൂമിലാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത സ്കോഡ സ്ലാവിയ സ്പോട്ട് ലൈൻ കാണാനാണ്. നോർമൽ സ്കോഡ സ്ലാവിയയും സ്പോട്ട് ലൈനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. നമുക്ക് ഫ്രണ്ട് ലുക്ക് നോക്കുമ്പോൾ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതായത് പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് നമ്മുടെ ഗ്രില്ല് കൊടുത്തിട്ടുള്ളത്. നോർമലി വരുമ്പോൾ ക്രോം ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ക്രോം ഇൻസേർട്സ് വരുന്ന എല്ലാ പാർട്സും ഡീക്രോംഡ് ആണ്. അതുപോലെ തന്നെ ഇവിടെ സ്പെഷ്യലായിട്ട് പറയേണ്ടത്, ഇവിടെ ഒരു ലിപ്പ് സ്പോയിലർ കൊടുത്തിട്ടുണ്ട്, ഒരു ലുക്കിനെ എൻഹാൻസ് ചെയ്യാനും സ്പോട്ടി ലുക്ക് കിട്ടാനായിട്ട്. മാത്രമല്ല, മൊത്തത്തിൽ ഈ ഒരു കളർ കോമ്പിനേഷൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സ്പോട്ടിനെസ്സും അതുപോലെ തന്നെ ഒരു ഭീകര ലുക്കും കിട്ടുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുമ്പോൾ 16 ഇഞ്ചിൻ്റെ പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള അലോയ്സ് ആണ് കൊടുത്തിട്ടുള്ളത് സ്പോട്ട് ലൈൻ വരുമ്പോൾ. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ ക്രോം ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം സ്കോഡയുടെ നോർമൽ ആ ഒരു ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കൂടാതെ സൈഡ് പ്രൊഫൈലിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെയും ഒരു സ്കേർട്ടിങ്സ്, അതായത് സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു വൈഡർ ലുക്ക് കിട്ടാനും അതുപോലെ തന്നെ ഒരു സ്പോട്ട്നെസ് ഫീൽ ചെയ്യാനുള്ള രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇൻറ്റീരിയറിലും കാര്യമായ വ്യത്യാസമുണ്ട്. ടോപ്പ് വേരിയൻറ്റിന് ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് എല്ലാം ഈ പറഞ്ഞ സ്പോട്ട് ലൈനിൽ വരുന്നുണ്ട്. നമുക്ക് അതുപോലെ തന്നെ റിയർ പോർഷൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എക്സ്റ്റീരിയറിൽ പറയുമ്പോൾ നമുക്കൊരു വലിയൊരു സ്പോയിലർ, അത് നല്ല സ്പോട്ടിനെസ് ഫീൽ ചെയ്യുന്ന ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ റിയോ ബോട്ടിൻ്റെ മേളിലായിട്ട്. അതേപോലെ തന്നെ എല്ലാ ലെറ്ററിങ്സും കൊടുത്തിരിക്കുന്നത് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ്. അതായത് എഞ്ചിൻ സ്പെക്ക് എഴുതിയിരിക്കുന്നതും അതുപോലെ തന്നെ സ്കോഡാന്ന് എഴുതിയതാണെങ്കിലും ഫുൾ ക്രോംസും ഡീക്രോംഡ് ആണ്. അതേപോലെ തന്നെ നമുക്കൊരു റിയോ ഡിഫ്യൂസറും കൊടുത്തിട്ടുണ്ട് ആ ഒരു സ്പോട്ടിനെസ്സിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടോട്ടൽ ഒരു സ്പോട്ട് ലൈൻ എന്നുള്ള പേരിനോടും 100% നീതി പുലർത്തുന്ന രീതിയിലുള്ള ഒരു ലുക്കാണ് സ്ലാവിയ സ്പോട്ട് ലൈൻ വരുന്നത്. നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോഴും കാര്യമായ ഡിഫറൻസസ് ഉണ്ട്. അതായത് മിഡ് വേരിയൻറ്റിനെ പോലെയുള്ള സെയിം സീറ്റ് കവേഴ്സ് ആണ്, പക്ഷേ നമുക്ക് ടോപ്പ് വേരിയൻറ്റിൻ്റെ സൺറൂഫ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്പോട്ടി പെഡൽസ് വരുന്നുണ്ട്, ഞാനത് കാണിക്കാം. അതുപോലെ നമുക്ക് നോക്കുകയെന്നുണ്ടെങ്കിൽ ആ ടോപ്പ് വേരിയൻറ്റിൻ്റെ സെയിം ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം. നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത് ആക്ച്വലി അനലോഗാണ് കേട്ടോ. നമുക്ക് സ്പോട്ട് ലൈനിൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അനലോഗാണ് വരുന്നത്. സ്റ്റിയറിംഗ്, ഓഡിയോ കൺട്രോൾസ്, ലെതർ സ്റ്റിച്ചിങ് ഉള്ള സ്റ്റിയറിംഗ്, ആ ഫീച്ചേഴ്സ് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഡാഷ്ബോർഡൊക്കെ നോക്കുമ്പോൾ ടോപ്പ് വേരിയൻറ്റിൻ്റെ സെയിം ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ക്ലൈമട്രോണിക് ആയിട്ടുള്ള AC യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ സെൻട്രൽ ലോക്കിൻ്റെ ബട്ടൺ, അതേപോലെ തന്നെ ഗിയർ ബോക്സിൻ്റെ ഗിയർ നോബിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം ടോപ്പ് വേരിയൻറ്റിൻ്റെ സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്ന ചേഞ്ചസ്. അപ്പോൾ നമുക്കിതിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ ലുക്ക് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്പോട്ട് ലൈനിൻ്റെ വിശേഷങ്ങളും ഡിഫറൻസും നോർമൽ വെഹിക്കിളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. നമുക്ക് ഈ ഒരു വാഹനം കാണണം, നേരിട്ട് കാണാനും അതുപോലെ തന്നെ ഇതിന് നിങ്ങൾക്ക് എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മളതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ടെസ്റ്റ് ഡ്രൈവ് വരാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് അവൈലബിൾ ആണ്. എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ സ്പോട്ട് ലൈനിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വാഹനത്തിൻ്റെ വിശേഷമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.